ചേച്ചി, മോളെന്നും ചേച്ചി ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. അവളുടെ കാര്യം ചേച്ചി ശ്രദ്ധിക്കുമല്ലോ അല്ലേ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഗൗരിമോളോട് എനിക്ക് അത്രയ്ക്ക് സ്നേഹമില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? എടി, സ്നേഹമില്ലാത്തോണ്ടല്ല. നീ ടിവിയിലും മൊബൈലിലും നോക്കിയിരുന്ന് സമയം കളയുമ്പോ മോളുടെ കാര്യം മറന്നു പോകരുത്, അത്രേ ഉള്ളൂ. രാജീവിന്റെ കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. മരുന്നൊക്കെ കറക്റ്റായിട്ട് എടുത്തു കൊടുക്കണം. 2 ദിവസം കൂടുമ്പോ ആ മുറിയൊന്ന് തുടച്ച് വൃത്തിയാക്കുകയും വേണം. ഞാൻ അതൊക്കെ ചെയ്തോളാം. നീ ഇതൊന്നും ആവർത്തിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതുവരെ നീ അതൊന്നും ചെയ്ത് കണ്ടില്ല, അതുകൊണ്ട് അതൊക്കെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്. അമ്മയോട് അമ്മ ഇത് ഇങ്ങോട്ട് പോന്നു. ഇവരുടെ കൂടെ ഞാനും പോവാ. അത് കൊള്ളാം. എന്നിട്ട് അമ്മയെ നേരത്തെ പറഞ്ഞില്ലല്ലോ? അതിന് നേരത്തെ തീരുമാനിച്ചില്ലല്ലോ, ഇപ്പോഴല്ല ഞാൻ തീരുമാനിച്ചത്. ഇത് എന്തൊരു പരിപാടിയാ അമ്മേ? അമ്മയും കൂടി പോയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? ആഹാരമൊക്കെ ആരുണ്ടാക്കും? നീ തന്നെ ഉണ്ടാക്കിയാ മതി. അപ്പൊ ഗൗരിമോളെ രാജീവേട്ടനെ നോക്കുന്നതോ? അതിനിടയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് എവിടുന്ന സമയം? നീ മൊബൈലിൽ നോക്കിയിരിക്കുന്ന സമയം മതി, ഒരു സദ്യ ഉണ്ടാക്കാം. അപ്പോ അമ്മ എന്നെ ഇവിടെയിട്ട് പീഡിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? സാധാരണ എല്ലാ പെണ്ണുങ്ങളും നിന്നെ പോലെ തന്നെയാ. വീടും കുട്ടികളും ഭർത്താവിന്റെ കാര്യങ്ങളും പിന്നെ അച്ഛനും അമ്മയുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളും കൂടെ നോക്കി നടത്തുന്നവരാ സാധാരണ എല്ലാ വീട്ടിലെ സ്ത്രീകളും. ഇത്രയും കാലം ഞങ്ങൾ വെച്ച് വിളമ്പി നീ ഉണ്ടില്ലേ, ഇനി കുറച്ചു ദിവസം നീ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ നോക്ക്. പിന്നെ ഗൗരിമോളുടെ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തിയാ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. നിങ്ങൾ എന്റെ അമ്മ തന്നെയാണോ? നിനക്കതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. മതി മതി മതി, രണ്ടാളും കൂടി. അമ്മേ, അവന്തിയെ വരുന്നുണ്ടല്ലോ, പിന്നെ ഇപ്പോ അമ്മയും കൂടെ വരേണ്ട കാര്യമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് വന്നാ മതി. ഓ, അതൊന്നും ഞാൻ നിൽക്കുന്നത് പോലെ ശരിയാവത്തില്ല. മാത്രല്ല, മോൾ അവിടെ ചികിത്സയ്ക്ക് പോയി കിടക്കുമ്പോ എനിക്കിവിടെ കിടന്നുറങ്ങാൻ ഒരു സമാധാനവും കിട്ടില്ല. ഞാനും കൂടി ഉള്ളതാ മോനെ നല്ലത്. ഒരവസരം കിട്ടിയപ്പോ അമ്മ ടൂർ പോവാൻ റെഡിയായി ഇറങ്ങിയതാ, അല്ലാതെ മരുമോളെ ചികിത്സിക്കാനുള്ള ആവേശം കൊണ്ട് ഇറങ്ങിയതൊന്നും അല്ല. അവിടെ ആവുമ്പോ അമ്പലവും ആശ്രമവും ഭജനയൊക്കെ ഉണ്ടാവുമല്ലോ. അതിന് തന്നെയാ പോകുന്നത്. ഇവിടെ രാജീവും ഗൗരിമോളും മാത്രല്ലേ ഉള്ളൂ. അവരുടെ കാര്യം നോക്കാൻ നീ മതി. ഞാനിത്രയും വയസ്സായില്ലേ, ഇനി പുറത്തേക്കൊക്കെ ഇറങ്ങി കുറച്ച് കാഴ്ചകൾ ഞാനും കാണട്ടെ. ഇനി അതിനെക്കുറിച്ച് തർക്കം വേണ്ട. അമ്മയും കൂടി പോരട്ടെ. വേണമെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചിങ്ങ് പോരാല്ലോ.